ഒന്ന് എന്റെ വണ്ടിയോടും കൂടി പൊക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെ? എന്റെ വണ്ടിയോടും കൂടി പൊക്കിയെടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളെ കാറ്റാൽ പറന്നതുപോലെ ഈ എന്തുകൊണ്ടാണ് ഈ ആഹാരം ഇങ്ങനെ ആഹാരം കണ്ടാലും ഒരു ആഹാരം കഴിക്കാത്ത ഒരു പ്രകൃതം ഉണ്ട്. അതെ, നല്ല വെയിറ്റും ജിമ്മിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. ഓ അതെ, മുക്കോല ചോദിച്ചാൽ അറിയാം, നമ്മളെ കാറ്റാടി മുക്കോല ചോദിച്ചാൽ അറിയാം. അവിടുത്തെ ജിമ്മിലെ ഏറ്റവും വലിയ ആളായിരുന്നു ജിമ്മ് ശശിയായിരുന്നു. ഭഗവാനെ ഞാൻ വിശ്വസിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ ഇപ്പം പോകാൻ തുടങ്ങിയിട്ട് ഇത് 6ാമത്തെ കാവടിയാണ്. തിരുച്ചെന്തൂർ പോകുന്നത്. അതെ, നടന്നാണ് പോകുന്നത്. അത് എനിക്ക് ഇവിടെ ചോദിക്കാതെ പോകാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ചോദിച്ചിട്ട് പോകും. മുരുകൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോകുന്ന അടി തന്നെ. അദ്ദേഹത്തിന് തന്നെ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെ ഇവിടെ ചോദിക്കാതെ പോയ അടിയാണ്. ഞാൻ ഈ രാവിലെ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ടുണ്ട്. നല്ലൊരു ജോലിക്കാരൻ, കൂലിപ്പണി എടുക്കുന്ന ഒരു ജോലിക്കാരനൊപ്പം ഞാൻ നിന്ന് ചെയ്യും. ഞാൻ വിടൂല. അതിനോട് ആരോഗ്യം എനിക്ക് എൻ്റെ ഭഗവാൻ തരുന്നുണ്ട്. നമസ്കാരം. ഇന്നും ശശികുമാരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹം ഉപജീവനത്തിനായി ഓട്ടോ ഓടുന്നു. അദ്ദേഹം ആഹാരം കഴിക്കാറില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ സ്ഥിരമായി കാണുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായി വരുന്ന പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കൊക്കെ മുരുകൻ നേരിട്ട് വന്നു സഹായിക്കുന്നു അല്ലേ? നമുക്ക് ഓട്ടോ ആണ് ഓടുന്നത്. നമ്മൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അദ്ദേഹം മുന്നിൽ വരും അല്ലേ? എങ്ങനെയായിരുന്നു? ഇപ്പൊ രാവിലെ തൊട്ട് വണ്ടി ഞാൻ ഓടിയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് കൊണ്ട് തരും പൈസ. അതെ, അത് സ്വാഭാവികമായിട്ട് തന്നെയാണ് വരുമല്ലോ. അതെ, എങ്ങനെയായാലും ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഓടിയില്ലെങ്കിൽ ഒരൊറ്റ ഓട്ടം മതി. എൻ്റെ ഇരുട്ട വെളുക്ക ഓടിന് കിട്ടുന്നതിനേക്കാളും കാശ് എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ ആഹാരം ഇങ്ങനെ കഴിക്കാൻ കണ്ടാലും ഒരു ആഹാരം കഴിക്കാത്ത ഒരു പ്രകൃതം ഉണ്ട്. അതെ, അതായത് ഞാൻ ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടില്ല. കാരണം ഞാൻ നല്ല വെയിറ്റും ജിമ്മിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അതെ, മുക്കോല ചോദിച്ചാൽ അറിയാം, നമ്മളെ കാറ്റാടി മുക്കോല ചോദിച്ചാൽ അറിയാം. അവിടുത്തെ ജിമ്മിലെ ഏറ്റവും വലിയ ആളായിരുന്നു ഞാൻ. ജിമ്മ് ശശിയായിരുന്നു. ചോദിച്ചാൽ അതെ, ഈ ഭഗവാനെ ഞാൻ വിശ്വസിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയത്. കാരണം എനിക്ക് വെളിയിൽ ആഹാരം ഞാൻ കഴിക്കില്ല. ചായ വെള്ളം കുടിക്കണല്ലാതെ വെളിയിൽ ആഹാരമോ മീനോ ഇറച്ചിയോ മുട്ട ഇതൊന്നും ഞാൻ കഴിക്കില്ല. അന്ന് തൊട്ട് ഭഗവാനെ വിശ്വസിച്ചതിന് ശേഷം ഇങ്ങോട്ട് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കില്ല. ഒരു മരണത്തിന് ഞാൻ പോകാൻ പറ്റൂല. അതിന് എൻ്റെ വീട്ടിൽ നിന്നേ പോവുള്ളൂ, ഞാൻ പോകില്ല. എന്തുകൊണ്ടാണ്? മരണത്തിന് പോയി കഴിഞ്ഞാൽ എൻ്റെ വ്രതം അങ്ങ് മുറിയുമല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിച്ചു. ഒരു വർഷവും ചേട്ടൻ വ്രതത്തിലാണ്. ഈ 26 വർഷവും വ്രതത്തിലാണ്. അതുകൊണ്ട് അപ്പം ഒരു മരണ വീട്ടിലും പോകാൻ പറ്റൂല. കാരണം എന്നെ രക്തബന്ധത്തിലുള്ള ഒന്നിനും ഇതുവരെ വന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ മുറിഞ്ഞിട്ടുമില്ല. അത് വരല്ലേ എന്നാണ് ഞാൻ ഭഗവാൻ എന്നും വിചാരിക്കുന്നത്. പക്ഷെ മരണം സംഭവിക്കേണ്ടതല്ല. അത് ഇതുവരെ വന്നിട്ടില്ല. ഈ അസുഖങ്ങളെല്ലാം പിടിച്ചിട്ട് പോലും 26 വർഷത്തിന് ശേഷം ചേട്ടന്റെ കുടുംബത്തിൽ രക്തബന്ധത്തിൽപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇതുവരെ ഭഗവാൻ വരുത്തില്ല. ഈ അസുഖങ്ങളൊക്കെ പിടിച്ചപ്പോഴും ഞാൻ ആൾക്കാരെ കൈകളിൽ ഇങ്ങനെ തൊട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പൈസ വാങ്ങിച്ചിട്ട് പോലും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കൊച്ചു കുട്ടികളെ വരെ ഞാൻ ചെന്ന് തൊട്ടിട്ടുണ്ട്. ഈ ആട്ട ഓടിയിട്ട് തൊട്ടിട്ടും അവരൊക്കെ ഒരു അസുഖം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും 85 വയസ്സായി. എൻ്റെ അമ്മയ്ക്ക് പോലും വന്നില്ല. കൊറോണ പോലും വന്നില്ല. കൊറോണ വന്നിട്ടില്ല, ഉറപ്പാണ്. അതെ, അചഞ്ചലമായ ഭഗവാനോട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ പൊന്ന് കുന്നൂർ സാറെ, പൊന്ന് മുരുകനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നുമില്ല. ഈ ആഹാരം കഴിക്കാതിരിക്കുന്ന കാര്യം ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ നല്ലൊരു ജോലിക്കാരൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ജോലി ചെയ്യും. ആഹാരം കഴിക്കാതെ അതിനുള്ള ആരോഗ്യം എനിക്ക് ഭഗവാൻ തരുന്നുണ്ട്. ഒരു നല്ലൊരു ജോലി നേരം കഴിക്കൂ. ഞാൻ ഈ രാവിലെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൊണ്ട് നല്ലൊരു ജോലിക്കാരൻ, കൂലിപ്പണി എടുക്കുന്ന ഒരു ജോലിക്കാരനൊപ്പം ഞാൻ നിന്ന് ചെയ്യും. ഞാൻ വിടൂല. അതിനുള്ള ആരോഗ്യം എനിക്ക് എൻ്റെ ഭഗവാൻ തരുന്നുണ്ട്. വൈകുന്നേരം കഴിക്കാറുണ്ടോ? വൈകുന്നേരം വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഗോതമ്പിലോ അല്ലെങ്കിൽ സകലം ചോറോ എന്തെങ്കിലും കഴിക്കും. അപ്പം ആ മീനോ എല്ലാം ഒന്നും ഇറച്ചിയോ ഒന്നും പാടില്ലാത്ത ആഹാരം കഴിക്കും. ആ നിർമ്മാണ സഭ ആകുമ്പോൾ ഭഗവാനെ ഉണർത്തുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം മംഗളമായി നടത്തുന്നുണ്ട്. അതേപോലെ ഒരു 10-30-35 പേര് വരെ നിർമ്മാണ പെണ്ണുങ്ങൾ, സ്ത്രീകൾ തന്നെയാണ് മുരുകൻ്റെ നടയിൽ ഇപ്പോഴും കാറ്റാണി മുരുകൻ്റെ നടയിൽ തൊഴുതുകൊണ്ടിരിക്കുന്നത്. അവർക്കും അതിൻ്റെ മാറ്റങ്ങളും ഐശ്വര്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുന്നൂർശാല മുരുകൻ മാത്രമല്ല, അയ്യപ്പനും ഒന്നിനൊന്നും വെച്ചോ. എല്ലാം ഒന്നിനൊന്നും മനഃശാസ്ത്രമല്ലേ? മനഃശാസ്ത്രം. ഇപ്പം തന്നെ ഞാൻ നമ്മളെ ഈ അന്നദാനം നടത്തിയതിൻ്റെ പൂജ കഴിഞ്ഞ പ്രസാദം എനിക്ക് തന്നതിൻ്റെ കറക്റ്റ് സർപ്പത്തിൻ്റെ ഇതാണ്. ഉണ്ണിയപ്പത്തിൽ സർപ്പം കറക്റ്റ് സർപ്പത്തിന്റെ രീതിയിലാണ് എനിക്ക് കിട്ടിയത്.
ഓ എൻ്റെ അമ്മയാണ് എന്നെ അടുത്തോണ്ട് കാണിച്ചത്. കറക്റ്റാ സർപ്പം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങ് ഇവിടെ നിന്ന് ഒരു ടീമായിട്ട് തിരുച്ചെന്തൂർ സ്ഥിരമായി പോവേണം. ഇനിയിപ്പോൾ 20-ാം തീയതി ഇവിടെ നിന്ന് നടന്നു പോവേണം. മണികണ്ഠേശ്വരം മഹാദേവന്റെ നടയെന്ന് നമ്മൾ ഇവിടുന്ന് 6 മണി 6:30 മണിയാകുമ്പോൾ നമ്മൾ കാപ്പ് കെട്ടി ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടന്ന് തന്നെ അദ്ദേഹത്തിന്റെ നടയെത്തി. എത്ര ദിവസം എടുക്കും? 5 അകത്ത് 5 ദിവസം നടക്കും. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? കിലോമീറ്റർ പറയാൻ പറ്റില്ല, എന്നാലും ഏതാണ്ട് ഒരു 10-450 കിലോമീറ്റർ വരും. തിരിച്ചെങ്ങനെയാ വരുന്നത്? തിരിച്ച് ബസ്സിലേ വരും. അങ്ങോട്ട് നടന്നേ വരുള്ളൂ. ഇവിടുത്തെ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ റോഡ് അതിനേക്കാളും മിച്ചമായി കിടക്കുന്ന റോഡാണ്. നമ്മളെ ഈ നമ്മളെ തൊലിയും ചതയും എല്ലാം കൂടെ ഈ താറിൽ ഒട്ടിയിരിക്കും. അതെ, ഒരേ മുള്ളെന്ന് പറഞ്ഞാൽ ആണിയെ പോലെ ഇരിക്കും. കാട് വഴി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ കൂടെ മാത്രമല്ല കാട്ടിൽ കൂടെ നടക്കുക. കാട്ടിലെ റോഡുണ്ട്, പക്ഷെ 2 സൈഡും വനമാണ്. ഈ പനയും മറ്റുള്ള മരങ്ങളും ഒക്കെ ഉള്ളതാണ്. ആൾ താമസമൊന്നുമില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. രായും പകലും ഒരേ കണക്കിന് നടക്കുന്നത്. റെസ്റ്റില്ല. ഏതെങ്കിലും അമ്പലത്തിലൊരു 10 മിനിറ്റ് കാവടി ഇറക്കി വെക്കുന്നതല്ലാതെ പിന്നെ അവിടെ റെസ്റ്റൊന്നുമില്ല. ഇല്ല. അപ്പൊ അതിനോടൊപ്പം നടന്നു വരാൻ കഴിവുള്ളവരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അങ്ങ് പോകുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയുണ്ട്, വണ്ടിയിലെടുത്തിടും. നിങ്ങൾ എത്ര പേരുണ്ട്? നമ്മളിപ്പോ എത്ര പേരെന്ന് അറിഞ്ഞില്ല. സാധാരണ നമ്മൾ ഇവിടുന്ന് ഒരു 10-30-35 പേര്. എല്ലാം ചെറുപ്പക്കാരാണോ? എല്ലാം ചെറുപ്പക്കാരാണ്. എല്ലാം ചെറുപ്പക്കാർ. അങ്ങേപോലെ ചെറുപ്പക്കാർ ഒരു 50 വയസ്സ് 55-60 വയസ്സ്. അതിന് കൂടുതൽ പറ്റൂല. വരുന്നുണ്ട്. സ്ഥിരമായി വരുന്നത് എല്ലാ വർഷവും ഇങ്ങനെ പോകാൻ തുടങ്ങി. എത്ര വർഷമായി? ഞാൻ ഇപ്പം പോകാൻ തുടങ്ങിയിട്ട് ഇത് 6ാമത്തെ കാവടിയാണ്. തിരുച്ചെന്തൂർ പോകുന്നത്. അതെ, നടന്നാണ് പോകുന്നത്. അത് എനിക്ക് ഇവിടെ ചോദിക്കാതെ പോകാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഭഗവാന്റെ ചോദിച്ചിട്ടേ പോകും. മുരുകന്റെ അടുത്ത് ചോദിച്ചിട്ട് പോലും അടി തന്നെ. അദ്ദേഹത്തിന് തന്നെ അവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെ. ഇവിടെ ചോദിക്കാതെ പോയ അടിയാണ്. അടി കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എന്റെ വണ്ടിയോടും കൂടി പൊക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെ? എന്റെ വണ്ടിയോടും കൂടി പൊക്കി എടുത്തു എന്ന് പറയുന്നത്, ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളെ കാറ്റാൽ പറന്നതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കിയെടുക്കാൻ നമുക്ക് തോന്നിപ്പോവും. ഇങ്ങോട്ട് പിടിച്ചാൽ വണ്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് പോകും. ഇപ്പൊ എന്റെ ഒരു ടയർ പഞ്ചറാവണമെങ്കിൽ എന്റെ മനസ്സിൽ തോന്നും. എന്റെ ഓട്ടിക്കുന്ന ഈ ആട്ടയുടെ ടയർ പഞ്ചറാവും എങ്കിൽ എന്റെ മനസ്സിൽ പറയും അത് പഞ്ചറാവും. കറക്റ്റാ പറഞ്ഞ അപ്പുറത്തേക്ക് പഞ്ചറാവും. ഉറപ്പാണ്. അപ്പൊ നേരത്തെ ഇങ്ങനെ അറിയാനുള്ള സിദ്ധിയൊക്കെ വരുന്നുണ്ട്. മന്ത്രം അറിഞ്ഞുകൂടാ, പക്ഷെ സിദ്ധി ഉള്ളതുപോലെയുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റ് നടന്നിരിക്കും. സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവമുണ്ട്. അല്ല, ഒരു സംഭവം ഓർത്ത് പറഞ്ഞേ. എങ്ങനെ? അത് അങ്ങനെ നടന്ന ഒരു സംഭവം പറഞ്ഞേ. ഇതേപോലെ ഒരാളിന് സുഖമില്ലാതെ വരുന്നു. ആളിനെ ഞാൻ തടവി അറ്റാക്കാൻ തുടങ്ങും. ഞാൻ തടവിയപ്പോൾ ആളിനെ അറ്റാക്കില്ല, പിന്നെ വന്നിട്ടുമില്ല. എൻ്റെ അമ്മയുടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങോട്ട് പോവല്ലെന്ന് പറഞ്ഞ് പോയ സമയത്ത് അങ്ങോട്ട് പോയാലും വണ്ടിയൊക്കെ വരും. അങ്ങോട്ട് പോയാലെന്ന് പറഞ്ഞ മുമ്പേ അമ്മ പോയതിന് മുമ്പേ അമ്മ ടാറിട്ട റോഡിൽ അടിച്ചു വിടുന്നു, മൂക്കിടിച്ചു വിടുന്നു. വലിയ ആൾക്കാരും ഓടിക്കൂടി ഞാനും വേണ്ടി ഇത് പൊക്കിയിട്ട് ഞാൻ പറഞ്ഞ അമ്മ ഒരു കുഴപ്പമില്ല പോയെന്ന് പറഞ്ഞ് തടവി അങ്ങ് വിട്ടു. ഒരു കുഴപ്പം വലിയൊരു അന്തം വിട്ടു. ഇത്ര നീര് വന്ന് കയറി തടവി അങ്ങ് വിട്ടു പോയി. ഒരു കുഴപ്പമില്ല, കയറി പോകാൻ. തിരുച്ചെന്തൂർ ഇതുവരെ നടന്നു പോകുമ്പോഴേ എൻ്റെ അമ്മ അതേപോലെ ഞാൻ കാവടിക്ക് പോകുന്നു. എൻ്റെ ഭാര്യയുടെ ഞാൻ പറഞ്ഞു, എടി ശകലം പാലിരിക്കണ കാറ്റി താൻ കുടിച്ചോണ്ട് പോട്ട് എന്ന് പറഞ്ഞു. അവൻ വൈകുന്നേരമാണ് ദിവാരാധന സമയത്ത്. ഇവിടെ പറഞ്ഞു ഇപ്പം സമയമില്ലാന്ന് പറഞ്ഞു. ഞാൻ കാവടിക്ക് അവിടെ എത്തുന്നു. അമ്മ ഓടിക്കൊണ്ട് വന്ന് കാർ ഓടിയേ. എൻ്റെ ഭാര്യയെ ഈ തിളച്ച പാലെടുത്ത് തലയെ കൂടെ എടുത്ത് തലയെ കൂടെ കവന്നു പോയി. സ്വന്തമായിട്ട് തലയെ കൂടെ കവന്നു പോയി. അത് ചായ തരാത്തുണ്ട് കവന്നു പോയി അമ്മ. അതുകൊണ്ട് അവൾക്ക് അവിടെ കിടന്ന് പൊള്ളി അടന്ന് തിളച്ച പാലാണ് എടുത്ത് പോയി. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ ഒരു വയ്ക്കുക, ഒരു കുഴപ്പമില്ല അവക്കെന്ന് പറഞ്ഞു. നിങ്ങളിലേക്ക് ചെന്ന് നോക്കി അവർക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അമ്മ കൂടെ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, തിരുച്ചെന്തൂര് ഇങ്ങനെ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ നമുക്ക് അത്യാവശ്യം കാശ് വേണമല്ലോ. കാശ് വേണം. ഇതെങ്ങനെ വരുന്നത്? ഇതൊക്കെ ഇത് കാശ് ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. ആരും സംഭാവന തരാറില്ല. ഒരു ദിവസം മാത്രം 2-3 ദിവസമൊക്കെ എനിക്ക് 3 പ്രാവശ്യം പോയപ്പോഴും വളരെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ പിന്നെ ഇതേപോലെ വണ്ടി ഓടി വരെയാണ്. അപ്പം പൈസ ഇല്ല. അപ്പം ആരെങ്കിലും തരും. സമയമാകുമ്പോൾ ഞാൻ എൻ്റെ ചാച്ചിയുടെ ചോദിച്ചു, അമ്മയുടെ ചോദിച്ചു. അപ്പം സമയമാകുമ്പോൾ തരുമായിരിക്കും എന്ന് വിചാരിച്ചു. സമയത്തിന് 1 മണിക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മണികൻ്റെ സ്ഥലത്ത് വന്നാൽ നമുക്ക് ജപ്സിച്ചെല്ലാം അടച്ച് പാൽക്കാവടിക്കാണെങ്കിൽ അങ്ങനെ ആവശ്യത്തിനുള്ള പൈസ അടയ്ക്കണമല്ലോ. അടയ്ക്കാമെന്നും പറഞ്ഞിരുന്നപ്പോൾ അവരെ ആരും സമയമായപ്പം തന്നില്ല. അവരെ ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓട്ടയും കൊണ്ട് വരികയാണ്. എന്ത് ചെയ്തിട്ടെന്നും പറഞ്ഞു ഇങ്ങനെ വന്നപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടെ അന്ന് ഒരു ഹർത്താലം എന്ന് തോന്നുന്നു. നമ്മളെ ഈ കാറ്റാൻ സ്കൂളിൻ്റെ അപ്പുറത്ത് വെച്ച് വന്ന് നിൽക്കുന്നു. ബൈക്കിൽ വന്ന് നിൽക്കുന്നു. നിന്ന സമയത്ത് ഇതേപോലെ മാമ ഒരു ഓട്ടം പോകുമെന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഓട്ടം പോകുമെന്ന്. അത് വെള്ളനാടും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം. ഞാൻ പറഞ്ഞു പോവാം. എത്രയാവും മാമ?
അപ്പോൾ ആ പെൺകൊച്ചിനെ കൊണ്ടാക്കാനാണ് ഈ ബൈക്കിൽ പറഞ്ഞ പയ്യൻ കേൾക്കണേ എത്രയാവും മാമ. ഞാൻ പറഞ്ഞു വെള്ളനാട്ടൊക്കെ തിരിച്ച് ഓട്ടം കിട്ടൂല, നിങ്ങൾ എന്തായാലും ഒരു 10-50 രൂപ എനിക്ക് കൂടുതൽ തരണം. പക്ഷെ അതൊന്നും തരൂല മാമ. ഞാൻ പറഞ്ഞു ശരി ഇവൻ തന്നില്ലെങ്കിൽ വേണ്ട കയറാൻ പറഞ്ഞു. കയറ്റി അവിടെ ചെന്നപ്പോൾ വെള്ളനാടും കഴിഞ്ഞ് പോകേണ്ടി വന്നു. അവിടെ എത്തിയപ്പോൾ 300-320 രൂപ എന്തോ അടിച്ചു മീറ്ററിൽ. ആ പെൺകൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു മാമ 1000 രൂപ ഇരിക്കട്ടെ. 1000 രൂപ അപ്പം കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു. മാമ 1000. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഇരിക്കട്ടെ മാമ, ഞാനാണ് തരണം മാമ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം കുത്തി തന്നു. തിരിച്ച് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ, ഞാൻ ഒരാളിൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, അവരില്ലാന്ന് പറഞ്ഞു. ആ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പൈസ ആയി കഴിഞ്ഞു. 5000 രൂപ തിരിച്ചു കൊടുക്കണം. അത് 5000 രൂപ തന്നു. എന്നാലും നമുക്ക് കാര്യങ്ങളെല്ലാം മംഗളം.